അമൃത ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അനീമിയ എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. അനീമിയ എന്ന് പറഞ്ഞ അസുഖത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ രമാജി. ഡോക്ടർ രമാജി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഹെമറ്റോളജി വിഭാഗം കൺസൾട്ടൻ്റാണ്. നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, എന്താണ് അനീമിയ, അനീമിയയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം, അനീമിയ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം, അനീമിയ എങ്ങനെ ട്രീറ്റ് ചെയ്യാം, എല്ലാ കാരണങ്ങളും നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ ഗുഡ് ഹെൽത്തിലേക്ക് സ്വാഗതം. അനീമിയ എന്ന് പറയുന്ന അസുഖം എന്താണ് ആക്ച്വലി? വിളർച്ച അഥവാ അനീമിയ എന്ന് പറയുന്നത് രക്തത്തിൽ ചുവന്ന അണുക്കളുടെ കുറവ് വരുന്നൊരു സ്ഥിതിയാണ്. ചുവന്ന അണുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ മറ്റ് പല അണുക്കളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചുവന്ന അണുക്കൾ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്. ചുവന്ന അണുക്കളുടെ കുറവ് വരുമ്പോഴാണ് അനീമിയ എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഉള്ള രണ്ട് തരം അണുക്കൾ വെളുത്ത കോശങ്ങളും പ്ലേറ്റ്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് രക്തം കട്ട പിടിക്കാൻ ആവശ്യമുള്ള കോശങ്ങളുമാണ്. വെളുത്ത കോശങ്ങളുടെ അതിൻ്റെ പ്രവർത്തനം മെയിനായിട്ട് നമ്മൾക്ക് പ്രതിരോധശേഷിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. നോർമലി നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ റിപ്പോർട്ടിനകത്ത് ഹീമോഗ്ലോബിൻ 12.5, 13.5 അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏത് പോയിന്റിലാണ് നമുക്ക് ഇത് അനീമിയ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? സാധാരണ രീതിയിൽ സ്ത്രീകളിൽ 12 മുതൽ 14 വരെയും HB ഹീമോഗ്ലോബിൻ, പുരുഷന്മാർക്ക് അതൊരു 16 വരെയൊക്കെ നോർമലിലേക്ക് വരും. അപ്പം 10ന്റെ താഴെ ആണെങ്കിൽ അതിനെ അനീമിയ ആയിട്ട് എടുക്കേണ്ടി വരും. നമ്മൾ ഒരു രോഗി അനീമിയ ആണെന്ന്, അതായത് രക്തക്കുറവുണ്ടെന്ന് വിചാരിക്കുക, ആ രോഗിക്ക് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് അനീമിയ വരുന്നത്? അനീമിയയുടെ കാരണങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണം പോഷകാംശത്തിന്റെ കുറവ് വന്നിട്ട് രക്തം അയൺ കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങളുടെ കുറവ്, ഇരുമ്പിന്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ വെജിറ്റേറിയൻസിൽ മാത്രം കാണുന്ന ഒരു വൈറ്റമിൻ B12 എന്ന് പറഞ്ഞ ഘടകം അവരുടെ ഭക്ഷണത്തിൽ ഒരിക്കലും ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ അത് കാരണവും അനീമിയ വരാം. പിന്നെ സാധാരണ അത് പോഷകത്തിന്റെ കുറവ് കാരണം വരുന്ന അവസ്ഥ. ചിലർക്ക് മജ്ജയുടെ ഉള്ളിൽ നിന്നാണ് ഈ രക്തത്തിന്റെ കോശങ്ങളെല്ലാം ഉണ്ടാവുന്നത്, ബോൺ മാരോയുടെ ഉള്ളിൽ. അപ്പോൾ ബോൺ മാരോയിൽ അസുഖം വരുമ്പോൾ അത് ബോൺ മാരോയുടെ പ്രവർത്തനത്തിന്റെ കുറവ് വരുന്നതോ അല്ലെങ്കിൽ ബോൺ മാരോയിൽ നോർമലായിട്ടല്ലാത്ത കോശങ്ങൾ വളർന്നു വരുമ്പോൾ നോർമൽ കോശങ്ങൾക്ക് അവിടെ വളരാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോഴോ അവിടെ അനീമിയ വരാം. അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ കുറവുണ്ടാവാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഒരാളുടെ? ഭക്ഷണത്തിൽ ചില പ്രത്യേക ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുക, എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതായത് ഇപ്പം അന്നജം മാത്രം കൂടുതലായിട്ടുള്ള ചോറും ചപ്പാത്തി പോലത്തെ സാധനങ്ങൾ മാത്രം കൂടുതലായിട്ട് കഴിക്കും. പച്ചക്കറികൾ കുറവ് കഴിക്കുക, അല്ലെങ്കിൽ മാംസാഹാരങ്ങൾ തീർത്തും ഒഴിവാക്കുന്ന സ്ഥിതിയിലും ഒക്കെ ഇരുമ്പിന്റെ അംശം ഭക്ഷണത്തിൽ കുറഞ്ഞു പോകാം. അങ്ങനത്തെ ഒരു സ്ഥിതി വരുന്നവർക്ക് പൊതുവെ ഈ ഇരുമ്പിന്റെ കുറവ് കൊണ്ടുള്ളൊരു അനീമിയ വരാം. പിന്നെ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് മാംസാഹാരത്തിലും അതായത് ആനിമൽ പ്രോഡക്ട്സിലും മാത്രം കാണുന്ന ഒരു തരം വൈറ്റമിൻ ആണ്. അപ്പോൾ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പൊതുവെ അവർക്ക് തൈരിൽ കൂടെ മാത്രമേ ഈ വൈറ്റമിൻ B12 കിട്ടാനുള്ള സാധ്യത. തൈരിൽ വൈറ്റമിൻ B12 ധാരാളമായിട്ടുണ്ട്. അവർക്ക് അതിൽ മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അല്ലാതെ അവർക്ക് വൈറ്റമിൻ B12 കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മരുന്നിന്റെ രൂപത്തിലായിരിക്കും എടുക്കേണ്ടത്. നമ്മൾ രണ്ട് കാരണങ്ങളാണ് സംസാരിച്ചത്. ഒന്ന് അയൺ, B12. പിന്നെ മറ്റ് ചില വൈറ്റമിൻ ഫോളിക് ആസിഡ് പോലത്തെ വൈറ്റമിൻ വളരെ റെയർ ആയിട്ടെങ്കിലും അനീമിയ ഉണ്ടാക്കുന്നില്ലേ? അതെങ്ങനെ? ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇലക്കറികളിലാണ്. അതിലുണ്ടാവുന്ന ഒരു വൈറ്റമിൻ ആണ് ഈ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഫോളിക് ആസിഡിന്റെ അംശം കുറഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വളരെ അപൂർവമാണ്. എങ്കിൽ പോലും ഈ ആട്ടിൻപാല് മാത്രം കുടിക്കുന്ന കുട്ടികളിൽ കോമൺ ആയിട്ടും പിന്നെ അല്ലാതെ വലിയവർക്ക് ഫോളിക് ആസിഡിന്റെ കുറവ് കാരണം അനീമിയ വരുന്നത് സാധാരണ അവർ ചില തരത്തിലുള്ള മരുന്നുകൾ അവർക്ക് വാദത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയുടെ ഭാഗമായിട്ട് എടുക്കുന്ന ചില മരുന്നുകളുടെ കുറവ് കൊണ്ട് മാത്രം വരുന്ന സമയത്ത് മാത്രമേ ഈ ഫോളിക് ആസിഡിന്റെ കുറവ്. പിന്നെ ഒരു പ്രധാന സംശയം പല പ്രേക്ഷകർക്കും ഉള്ളത്, ഇത് ക്യാൻസറിന്റെ ഒരു ലക്ഷണമായി പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല. ക്യാൻസറിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും വളരെ റെയറായിട്ടെങ്കിലും അനീമിയ, അതായത് രക്തക്കുറവ് കാണാറുണ്ടല്ലോ. അതിനെപ്പറ്റി ഡോക്ടറുടെ ഒരു നിഗമനം എന്താണ്? മജ്ജയുടെ ഉള്ളിൽ നോർമൽ അല്ലാത്ത കോശങ്ങൾ വരുന്ന അവസ്ഥ. ക്യാൻസർ എന്ന് പറയുന്നത് ഒരു
മജ്ജയുടെ ഉള്ളിലേക്ക് ക്യാൻസർ വരുന്ന ഒരു അവസ്ഥയുണ്ട്. ക്യാൻസർ വരുന്ന അവസ്ഥ. ബ്ലഡ് ക്യാൻസർ ആണ് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. പക്ഷെ ബാക്കിയുള്ള അവയവങ്ങളിലുള്ള ക്യാൻസർ, അത് ബ്രസ്റ്റിലാണെങ്കിലും ലിവറിലാണെങ്കിലും ഒക്കെ, അത് 4ാമത്തെ സ്റ്റേജിൽ, അവസാനത്തെ സ്റ്റേജിൽ മജ്ജയിലേക്ക് പടർന്നു പോവാം. ആ അവസ്ഥയിലും ബ്ലഡ് കുറഞ്ഞു പോകുന്ന, അതായത് നോർമൽ ആയിട്ടുള്ള കോശങ്ങൾ അവിടെ നിൽക്കാൻ പറ്റാത്ത, അതിന് വളരാൻ പറ്റാത്തൊരു അവസ്ഥ വരുമ്പോൾ അവിടെ അനീമിയ വരാം. അപ്പോൾ നമ്മൾ ഒരു രോഗിയെ അനീമിയ ഡയഗ്നോസ്, അല്ലെങ്കിൽ ഒരു രോഗിക്ക് അനീമിയ ഉണ്ടെന്ന് വിചാരിക്കുക, അവരെന്തെല്ലാം രീതിയിലാണ് ഒരു ഡോക്ടറെ അടുത്തേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്? അവരുടെ സിംറ്റംസ്, അപ്പോൾ ബ്ലഡ് നമുക്ക് ജീവിക്കാൻ വളരെ ആവശ്യമാണ്, ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ഒരു സാധനമാണ്, ഘടകമാണ്. അപ്പോൾ ഈ രോഗി എങ്ങനെയാണ് ഒരു ഡോക്ടറെ അടുത്തേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ രോഗിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എനിക്ക് അനീമിയ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഡോക്ടർക്ക് ഒരു രോഗിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അനീമിയയുടെ ഏറ്റവും ആദ്യം കണ്ടു തുടങ്ങുന്ന ഒരു വ്യത്യാസം, നമ്മൾക്ക് ശരീരത്തിൽ സാധാരണ ഉള്ളതിനെ അത്രയും ഉണർവില്ലാതിരിക്കുക, ക്ഷീണം വരുന്ന ഒരു അവസ്ഥ വരിക, കുറച്ച് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത്ര ചുറുചുറുക്കോടെ ചെയ്യാൻ പറ്റാതെ കുറച്ചു ദൂരം നടക്കുമ്പോഴേക്കും ക്ഷീണം വരിക, നടന്ന് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് കിതപ്പ് വരിക, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. അതല്ലാതെ വേറെ എന്തെങ്കിലും ശരീരത്തിന് രക്തം നഷ്ടപ്പെടുന്ന പൈൽസ് പോലുള്ള രോഗികൾക്ക് വയറ്റിൽ പോകുന്ന സമയത്ത് ബ്ലഡ് ആയിട്ട് തന്നെ പോകുന്നതാണ് പൈൽസിന്റെ അവസ്ഥ. പക്ഷെ ഉള്ളിലെ ആമാശയത്തിലോ അല്ലാതെ നമ്മുടെ കുടൽമാലയിലേക്കോ ഉണ്ടാവുന്ന രക്തം ചോർന്ന് വരുന്ന സമയത്ത് ചിലപ്പോൾ കറുപ്പ് കളറിൽ മലം പോകുന്നതും ഈ രക്തം നഷ്ടപ്പെട്ടിട്ട് ബ്ലഡ് ശരീരത്തിൽ കുറഞ്ഞു പോകുന്ന അവസ്ഥകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ് ഏറ്റവും കൂടുതലായിട്ട്. ഒരു ഡോക്ടർ കണ്ടതിന് ശേഷം പലപ്പോഴും കണ്ണുകൾ പരിശോധിച്ച് പാലർ ഉണ്ടെന്ന് പറയും. അപ്പോൾ രോഗിയോട് പറയും നല്ല അനീമിക് ആണെന്ന് പറയും. എന്താണ് ഡോക്ടർ കണ്ണിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നത്? ആക്ച്വലി കണ്ണിന്റെ അടിഭാഗത്തേക്ക് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിളർച്ച, പാലർ എന്ന് പറയും. അത് രക്തത്തിന്റെ കുറവ് വരുന്ന സമയത്ത് അവിടെ കുറെ കൂടി വെളുത്ത് കാണുന്ന ഒരു അവസ്ഥയാണ് ഈ പാലർ. അപ്പോൾ രക്തം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കണ്ണിനകത്ത് നോക്കുകയാണെങ്കിൽ ചുവപ്പ് നിറത്തിൽ, പിന്നെ രക്തം കുറവാണ്, വെളുത്താണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. പലപ്പോഴും പക്ഷേ കൊച്ചു കുട്ടികളുടെയൊക്കെ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർ ഡോക്ടർമാരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് കറിയൊക്കെ ചെയ്യുമ്പോൾ കണ്ണ് കലങ്ങിയിരിക്കുന്ന സമയത്ത് ഈ പാലർ കണ്ണിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. കാരണം കണ്ണ് കലങ്ങിയിരിക്കുന്നത് കൊണ്ട് മനസ്സിലാവണമെന്നില്ല. അത് അവരുടെ കയ്യിൽ നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഒരു രോഗിയെ അനീമിയ ഉണ്ടെന്ന് വിചാരിക്കുക, രോഗി ഡോക്ടറെ കണ്ടു, ഡോക്ടറും ക്ലിനിക്കലി അനീമിയ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്? സാധാരണ നിലക്ക് ഒരു റൊട്ടീനായിട്ട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ബ്ലഡിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ Hbയുടെ കുറവ് 12 തൊട്ട് 16 വരെയാണ് നോർമലായിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരു കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നോർമൽ ലെവൽ വരുന്നത്. അപ്പോൾ 10ന്റെ താഴെ HB ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അനീമിയ ആയിട്ട് കൺസിഡർ ചെയ്യണം. അതിൻ്റെ റീസൺ എന്താണെന്നുള്ള കാര്യം, എന്തുകൊണ്ട് അനീമിയ വന്നു എന്നുള്ള കാര്യം, അല്ലാതെ അവരുടെ ഭക്ഷണത്തിലെ രീതിയിലാണോ വ്യത്യാസം വന്നത് എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കേണ്ടത്. ഏതെല്ലാം തരം അനീമിയാണോ നമ്മൾ ഇപ്പോൾ ലാബ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ രോഗിയോട് പറയും നിങ്ങൾക്ക് ഇന്ന സാധനത്തിൻ്റെ കുറവുണ്ട്, അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്തതിന് ശേഷം ഏതെല്ലാം തരം അനീമിയാണ് ഉള്ളത്? ന്യൂട്രീഷണൽ അനീമിയ എന്ന് പറയുന്ന പോഷകക്കുറവ് കൊണ്ടുണ്ടാവുന്ന അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി കാരണമുള്ള അനീമിയ ഉണ്ട്. പിന്നെ ബ്ലഡ് ലോസ് വന്നു കഴിയുമ്പോൾ, അതായത് മലത്തിലോ അല്ലാതെയുള്ള സ്ത്രീകളിലാണെങ്കിൽ ഇപ്പം ആർത്തവത്തിൻ്റെ സമയത്ത് കൂടുതലായിട്ട് രക്തം നഷ്ടപ്പെടുകയോ ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ തിരിച്ച് നോർമലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മജ്ജയ്ക്ക് പറ്റാത്തൊരവസ്ഥ, അത് പോഷകങ്ങൾ ആവശ്യത്തിന് എത്താത്തൊരവസ്ഥ വരുമ്പോൾ അവിടെ അനീമിയ ഉണ്ടാവും. പിന്നെ അല്ലാതെ വരുന്നത് മജ്ജയുടെ പ്രവർത്തനത്തിൽ കുഴപ്പം വരുന്ന സമയത്താണ്. അത് ചിലപ്പോൾ മജ്ജയുടെ ഫെയിലിയർ ആവാം, അത് പ്രവർത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ, മജ്ജ ഫെയിലാവുന്ന അവസ്ഥ, അല്ലെങ്കിൽ മജ്ജയുടെ ഉള്ളിൽ നോർമൽ അല്ലാത്ത കോശങ്ങൾ കയറിയിരുന്നിട്ട് പലതരത്തിലുള്ള ക്യാൻസറുകൾ, ബ്ലഡ് ക്യാൻസർ മാത്രമല്ല അല്ലാതെയുള്ള പലതരത്തിലുള്ള ക്യാൻസറുകളും മജ്ജയിലേക്ക് പടർന്നു പോയി കഴിഞ്ഞാൽ വരുന്ന അവസ്ഥയിലും HB കുറഞ്ഞു പോയി അനീമിയ വരാം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഈ വേം ഇൻഫെസ്റ്റേഷൻ വളരെ കോമൺ ആണ്. അത് കാരണം അനീമിയ വരാറില്ലേ? അതിൽ കൊക്കപ്പുഴു എന്ന് പറയുന്ന ഹുക്വാമിൻ്റെ ഇൻഫെസ്റ്റേഷനിലാണ് ഏറ്റവും കോമൺ ആയിട്ട് അനീമിയ വരുന്നത്. അത് അയൺ ഡെഫിഷ്യൻസി അനീമിയ. ഈ പുഴു രക്തം കുടിക്കുന്ന കാരണമാണ് അനീമിയ ഉണ്ടാകുന്നത്. ഉണ്ടാവുന്നത്. അതുകൂടാതെ ബ്ലീഡിംഗ് ഉണ്ടാക്കും.
അത് ബ്ലീഡിങ് ചെറുതായിട്ട് രക്തം കുടിച്ചിട്ട് അവിടെ നിന്ന് അടർന്നു പോകുമ്പോൾ ചെറുതായിട്ട് വയറിൻ്റെ ഉള്ളിലേക്ക് ബ്ലീഡിങ് ഉണ്ടായി രക്തം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവിടെ കൊക്കപ്പുഴുവിൽ അനീമിയ വരുന്നത്. പിന്നെ അല്ലാതെ നമ്മൾക്ക് ഈ ഇതിൻ്റെ വൈറ്റമിൻ B12 കുറവ് വരുന്നത് ഫിഷ് ടേപ്പ് വോം എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അത് അത്രയും കോമൺ ആണോ? ഇപ്പോൾ കോമൺ അല്ല. ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖമുള്ള ആൾക്കാർ, അതായത് കാർഡിയക് ഫെയിലിയർ, ഹാർട്ട് അറ്റാക്ക് മുതലേ ഉണ്ടായിട്ടുള്ള ആൾക്കാർക്ക് ഈ ബ്ലഡ് കുറഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? ബ്ലഡ് നമ്മളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ബ്ലഡിൻ്റെ HBയുടെ ഉപയോഗം എന്താ വെച്ചാൽ ഓക്സിജൻ എല്ലാ കോശങ്ങളിലേക്കും കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പരിധിക്ക് കുറവ് ആയിട്ട് HB വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഓക്സിജൻ എത്തിക്കാനുള്ള ജോലി അത് വരുന്നത് ഹാർട്ട് കൂടുതലായിട്ട് പ്രവർത്തിച്ചിട്ട് വേണം അത് എത്തിക്കാൻ. അതായത് ഉള്ള ബ്ലഡിനെ കൂടുതൽ ജോലി ചെയ്യിപ്പിച്ചിട്ട് കൂടുതലായിട്ട് പമ്പ് ചെയ്യിപ്പിച്ചിട്ട് എല്ലായിടത്തും കോശങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അത് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഒരു പരിധിക്കപ്പുറം എത്തിക്കഴിഞ്ഞാൽ ഹാർട്ടിന് ക്ഷീണം വരാൻ തുടങ്ങും. അതിന് അത്രയും പമ്പ് ചെയ്ത് എത്തിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. ആ സമയത്തായിരിക്കും മിക്കവാറും രോഗികൾക്ക് ഈ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ വന്നു തുടങ്ങും. കിതപ്പ് വരിക, സ്റ്റെപ്പ് കയറുന്ന സമയത്ത് ഹൃദയമിടിപ്പ് കൂടുക, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം വന്നിട്ട് അവർക്ക് എണീറ്റ് നടക്കുമ്പോൾ തന്നെ അമിതമായ ക്ഷീണം ഉണ്ടാകുന്ന ഒരു അവസ്ഥ. പലപ്പോഴും ഈ കിഡ്നി അസുഖങ്ങളുള്ള ആൾക്കാർക്ക്, ഒരുപാട് കാലം കിഡ്നി അസുഖമുള്ള ആൾക്കാർക്ക് കിഡ്നി ഫെയിലിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ രക്തം കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലല്ലേ? അതെന്തുകൊണ്ടാണ് അത് കുറയുന്നത്? ബ്ലഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മജ്ജയെ പ്രേരിപ്പിക്കുന്ന ഹോർമോൺ എറിത്രോപോയറ്റിൻ എന്ന് പറയും. അത് കിഡ്നിയുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുക. എറിത്രോപോയറ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് രക്തത്തിന് ഉണ്ടാക്കാനുള്ള മെയിൻ ഹോർമോൺ. അത് കിഡ്നിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കിഡ്നി ഫെയിലിയർ ചെയ്യുന്ന കാരണം ഈ രക്തം ഉണ്ടാക്കുന്നതിൻ്റെ അളവ് കുറയും. അതാണ് ഡോക്ടർ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു സംശയമുള്ളത്, നമ്മളിപ്പോൾ അനീമിയ ഡയഗ്നോസ് ചെയ്തു, നമ്മൾ രക്തത്തിൽ പരിശോധന കടന്ന് ഡയഗ്നോസ് ചെയ്തു. സാധാരണ നിലയ്ക്ക് ഇപ്പോൾ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നു, അതായത് അയൺ കുറയുന്ന കാരണം ഉണ്ടാകുന്ന അനീമിയ. എങ്ങനെയാണ് ഇത് ചികിത്സിക്കുന്നത്? എന്തെല്ലാം മരുന്നുകൾ കഴിക്കണം? ഇതൊക്കെ എങ്ങനെയാണ്? ഭക്ഷണത്തിലെ കുറവ് കാരണമുള്ള അയൺ ഡെഫിഷ്യൻസി അനീമിയയിലാണെങ്കിൽ നമ്മൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമുക്ക് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഇലക്കറികൾ കൂടുതലായിട്ട് ഉപയോഗിക്കാം. ഇലക്കറികൾ എന്ന് പറയുന്നത് മുരിങ്ങയുടെ ഇല, ചീര, അതിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് അയൺ കാണപ്പെടുന്നത്. പിന്നെ അല്ലാതെ നമ്മൾക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളിലും കുറെ കൂടി കൂടുതലായിട്ട് അയണിന്റെ കണ്ടന്റ് കൂടുതലുണ്ട്. ഡേറ്റ്സ്, കാരക്ക, അങ്ങനെയുള്ള പിസ്ത, ബദാം അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് അളവുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾക്ക് അത് വിളർച്ച വരുന്ന ആൾക്കാർക്ക് പോഷകക്കുറവ് കൊണ്ട്, ഭക്ഷണത്തിലുള്ള പോഷകക്കുറവ് കൊണ്ടുള്ളവർക്ക് പലപ്പോഴും അത് വാങ്ങിക്കാൻ പറ്റുന്നില്ല, അത് കോസ്റ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ ഉണ്ടാവുന്ന മുരിങ്ങയുടെ ഇല തന്നെ ആഴ്ചയിൽ 1-2 ദിവസം തന്നെ കറിയിൽ ഒരു പിടി മുരിങ്ങയുടെ ഇല കഴിച്ചാൽ തന്നെ മാറ്റാവുന്നതേ ഉള്ളൂ. അയൺ ഡെഫിഷ്യൻസി വരുന്നത് തടയാൻ പറ്റും. സാധാരണ നിലക്ക് ഈ അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉണ്ടായാലും പലപ്പോഴും ഡോക്ടർമാർ അത് രോഗിക്ക് ഡീവേമിങ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതല്ലേ? ഒരു 10 വർഷം മുമ്പ് വരെ നമ്മളുടെ നാട്ടിൽ കൃത്യമായിട്ട് 6 മാസം കൂടുമ്പോൾ കുട്ടികൾക്ക് ഈ ഡീവേമിങ് ചെയ്യാതിരുന്ന കാലത്ത് അത് കമ്പൽസറി ആയിട്ട് വരുന്ന കാര്യമാണ്, ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പം പക്ഷേ അത് ഒരുവിധം ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ് ഈ കൊക്കപ്പുഴുവിൻ്റെയും ഇതൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. കാരണം ചെരുപ്പിടാതെ ഓടിക്കളിച്ച് മണ്ണിലും അതിലൊക്കെ പോയി അതിനകത്ത് പോയി ഈ അഴുക്ക് ഭാഗത്ത് നടന്ന് കഴിയുമ്പം കാലിൻ്റെ വിടവക്കൂടെ, കാലിൻ്റെ സ്കിന്നിൻ്റെ വിടവക്കൂടെ ഈ കൊക്കപ്പുഴു കയറി പോയിട്ടാണ് അവർക്ക് വരുന്നത്. അപ്പോൾ ഒരാളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പകരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ കുട്ടികളിലുള്ള അവർക്ക് വരുന്ന ഹൈജീനുള്ള ഇമ്പ്രൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞ് ഈ 6 മാസം കൂടുമ്പോൾ അവർക്ക് ഈ ഡീവർമിങ് ചെയ്യാൻ തുടങ്ങിയ ശേഷം ഒരു പരിധി വരെ ഈ കൊക്കപ്പുഴു കാരണമുള്ള അയൺ ഡെഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് പലപ്പോഴും കമ്പൽസറി അല്ല, പലപ്പോഴും അയൺ ഡെഫിഷ്യൻസി അനീമിയ വന്നു കഴിഞ്ഞാൽ നമ്മൾ അയൺ ടാബ്ലറ്റുകൾ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അയൺ ഇഞ്ചക്ഷൻ കൊടുക്കാറുണ്ട്. അയൺ ടാബ്ലറ്റ് എങ്ങനെയാണ് ആക്ച്വലി കഴിക്കേണ്ടത്? നമുക്ക് പല രോഗികൾക്കും സംശയമുണ്ട്, രാവിലെയാണോ കഴിക്കേണ്ടത്, ഉച്ചക്കാണോ കഴിക്കേണ്ടത്, രാത്രിയാണോ കഴിക്കേണ്ടത്, ഭക്ഷണത്തിന് മുന്നേ ആണോ, ഭക്ഷണത്തിന് ശേഷമാണോ? ഇതൊക്കെ ഒരുപാട് സംശയമുള്ളൊരു മേഖലയാണത്. അയണിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിൻ്റെ കൂടെ കാൽഷ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ അയണും കാൽഷ്യം രണ്ടും അബ്സോർബ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കുറഞ്ഞു പോകും. അപ്പം അയണിൻ്റെ നമ്മളുടെ ശരീരത്തിലേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോകണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് നമ്മൾ അയൺ ഡെഫിഷ്യൻസി അനീമിയനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് അയൺ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വരിക ഒന്നെങ്കിൽ ഭക്ഷണത്തിൻ്റെ 1 മണിക്കൂർ മുന്നേ, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം
ആയിട്ട് ടാബ്ലറ്റ് കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അബ്സോർപ്ഷൻ വരും. ഒപ്പം ലൈം ജ്യൂസ് പോലത്തെ മൈൽഡായിട്ട് ആസിഡിക് ആയിട്ടുള്ള ഫുഡ് അതിൻ്റെ കൂടെ കഴിക്കുമ്പം ഈ അയണിൻ്റെ കണ്ടന്റ് കുറെ കൂടി നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അയൺ ഡെഫിഷ്യൻസി അനീമിയയെ പറ്റി അല്ലെങ്കിൽ വിവിധ തരം അനീമിയയെ പറ്റി ഡോക്ടർ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. പ്രേക്ഷകർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു അസുഖം തന്നെ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കാമെന്നത് നമുക്ക് അടുത്ത സെഗ്മെൻറ്റ് വിമൻസ് സെഗ്മെൻറ്റിലൂടെ മനസ്സിലാക്കാം. ഡോക്ടർ, ഈ അനീമിയ എന്ന് പറയുന്നത് നമ്മൾ വിശദമായി തന്നെ സംസാരിച്ചു. എങ്ങനെയാണ് ഈ ഒരു രോഗം ഒരു സ്ത്രീയുടെ ജീവിതത്തെ ബാധിക്കുന്നത്? നമ്മൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജനറലൈസ്ഡാണ് ഇപ്പോൾ സംസാരിച്ചത്. സ്ത്രീയെ മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് ഏതെല്ലാം രീതിയിൽ അവർക്ക് പ്രത്യേകമായി ബാധിക്കും? സ്ത്രീകളിൽ പെൺകുട്ടികൾക്ക് അവർക്ക് ആർത്തവം എല്ലാം തുടങ്ങുന്ന സമയത്ത് അവർക്ക് ആ രക്തം നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എത്തുമ്പോൾ തുടർന്ന് ഈ പോഷണത്തിൻ്റെ കുറവ് കാരണം അവർക്ക് കറക്റ്റായിട്ട് HB ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാലും അവിടെ അനീമിയ അവർക്ക് കുറേ കൂടി കൂടുതലായിട്ട് പുറത്തേക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ വരാം. കൂടുതലായിട്ടും ആർത്തവത്തിൻ്റെ രക്തം നഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു സ്ഥിതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, അവർക്ക് HB കുറയേണ്ട കാര്യമില്ല. പക്ഷേ അത് അമിതമായുള്ള രക്തസ്രാവം ഉണ്ടാവുന്ന ഒരവസ്ഥ വരും. അത് ബ്ലീഡിങ്ങിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ശരീരത്തിലുണ്ടാവും. പ്രഗ്നൻസി പീരീഡിൽ അപ്പോൾ പലർക്കും അനീമിയ ഉണ്ടാകാറുണ്ട്. അതായത് ഗർഭിണി ആകുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുന്നെയോ അതിന് ശേഷമോ അനീമിയ ഉണ്ടാവാറുണ്ട്. അത് എങ്ങനെയൊന്ന് നമുക്ക് വിശദമായി സംസാരിക്കാൻ പറ്റും? ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ പലർക്കും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ചിലർക്ക് ഛർദിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കാരണം കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നേക്കാം. അങ്ങനെ വരുമ്പോൾ അവർ പോഷണത്തിൻ്റെ കുറവ് കാരണം അനീമിയ ഉണ്ടാകാം. സാധാരണ ഒരാൾക്ക് വേണ്ടതിനേക്കാളും കൂടുതലായിട്ട് അയണിൻ്റെയും എല്ലാ തരത്തിലുള്ള പോഷകങ്ങളുടെയും അളവ് കൂടുതലായിട്ട് ഗർഭിണിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവർക്ക് കുറേ കൂടി അയണിൻ്റെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുകയും അവർ കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇലക്കറികളാണ് മെയിനായിട്ട് നമ്മൾക്ക് അധികം ചിലവില്ലാതെ നമ്മളുടെ നാട്ടിൽ വെച്ചിട്ട് നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കാണെങ്കിൽ അവർക്ക് അതിനകത്തൊന്നും നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള അയൺ കിട്ടും. ഗർഭാവസ്ഥയിൽ ഇപ്പോൾ അനീമിയ വരികയാണെങ്കിൽ എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്? അനീമിയ കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മളുടെ കുട്ടിയുടെ വളർച്ചയ്ക്ക് ബാധിക്കാം. അത് കുഞ്ഞിൻ്റെ തൂക്കം കറക്റ്റായിട്ട് കൂടാത്തൊരു സ്ഥിതി വരാം. അമ്മയ്ക്ക് തന്നെ ഈ സാധാരണ എല്ലാവർക്കും ഉള്ളതിനേക്കാളും കൂടുതലായിട്ട് ജലാംശം കൂടുന്നൊരു സ്ഥിതിയാണ് ഗർഭാവസ്ഥയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് HB കൂടി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അനീമിയ വരുന്ന ഒരു സ്ഥിതിയും കൂടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹൃദയമിടിപ്പ് കൂടുകയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും ഒക്കെ ഉണ്ടാവാം. അപ്പം അത് അങ്ങനെ പോഷണത്തിൻ്റെ കുറവ് കാരണമുള്ള അനീമിയ കഴിയുന്നത്ര ഭക്ഷണം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പലപ്പോഴും ഗർഭിണികളിൽ അനീമിയ വരികയാണ്, കാലിലൊക്കെ ഒരുപാട് നീരൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? അത് ഒരു പരിധിക്ക് കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ അയണിൻ്റെ കുറവ് വന്നിട്ട് അനീമിയ വന്നു കഴിയുമ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം നേരത്തെ പറഞ്ഞിരുന്ന പോലെ അവർക്ക് കുറെ കൂടി കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്യേണ്ടി വരും ഹാർട്ടിന്. ആ ഉദ്ദേശ അളവിൽ ഓക്സിജൻ എല്ലായിടത്തേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പരിധിക്ക് അപ്പുറം ഹാർട്ടിന് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിന് ക്ഷീണം വരാൻ തുടങ്ങുന്ന സമയത്ത് അതിനെ ഉദ്ദേശിച്ച രീതിയിൽ ഈ പമ്പിങ് നടക്കില്ല. അപ്പോഴാണ് ഈ നീര് കൂടുതലായിട്ട് വരാനുള്ള ഒരു കാരണം, അനീമിയ കാരണം ഉള്ള നീര് വരുന്നത്. ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിലുള്ള കുഴപ്പം വരുമ്പോഴാണ്. പലപ്പോഴും പ്രായമായ സ്ത്രീകളിൽ പലപ്പോഴും ചില ക്യാൻസർ കാരണമോ അല്ലെങ്കിൽ രക്തം നഷ്ടപ്പെടുന്ന കാരണമോ യൂട്രസ് നിന്ന് ഓവറിൽ നിന്ന് രക്തം നഷ്ടപ്പെടുന്ന കാരണമോ അവർക്കും അനീമിയ ഉണ്ടാവാറുണ്ട് അല്ലേ? മാസമുറയുടെ സമയത്ത് ആർത്തവത്തിൽ ഉണ്ടാകുന്ന അമിതമായ രക്തനഷ്ടം കൊണ്ടാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള യുവതികളിൽ ഉണ്ടാകുന്ന അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് അവർക്ക് മാസമുറ നിന്ന ശേഷവും അനീമിയ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ രക്തം നഷ്ടപ്പെടുന്നത് എവിടെ നിന്നാണെന്നുള്ള കാര്യം കൃത്യമായി കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അതിൽ പോഷണത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണോ അതോ കൂടുതലായിട്ട് രക്തം നഷ്ടപ്പെടുന്നത്, ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് നമ്മൾക്ക് ആമാശയത്തിലും അല്ലാതെയുള്ള കുടൽമാലയിലും എല്ലാം കാണുന്ന ക്യാൻസറുകൾ കൊണ്ട് അവിടെ നഷ്ടപ്പെടുന്ന
രക്തം കൊണ്ടാണ് നമ്മൾ വേറെ കാരണങ്ങൾ മാസമുറ നിന്ന ശേഷമുള്ള സ്ത്രീകളിൽ അനീമിയ ഉണ്ടാക്കുന്നത് കാണുന്നത്. അപ്പോൾ സ്ത്രീകളിൽ അനീമിയ ഉണ്ടാകാവുന്ന ലക്ഷണങ്ങളെ പറ്റിയും അവരുടെ ചികിത്സയെ പറ്റിയും ഞാൻ വിശദമായി സംസാരിച്ചതിന് ഡോക്ടർക്ക് എല്ലാവിധ നന്ദിയുണ്ട്. ഇനി നമ്മളുടെ അടുത്ത സെഗ്മെൻറ്റ് ഹെൽത്ത് അറൗണ്ട് എന്ന സെഗ്മെൻറ്റിലാണ്. ഹെൽത്ത് അറൗണ്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം അനീമിയയാണല്ലോ. അനീമിയയിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒരാളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോവുകയാണെങ്കിൽ പലപ്പോഴും നമുക്കൊരു ജീവൻ രക്ഷാമാർഗമായിട്ട് നമുക്ക് രക്തം കയറ്റേണ്ടതായിട്ട് വരും. അനീമിയയിലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനെക്കുറിച്ച് നമുക്ക് ഹെൽത്ത് റൗണ്ട് സെഗ്മെൻറ്റിൽ കൂടുതൽ കണ്ടറിയാം. ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് കൂടുതൽ ചർച്ച ചെയ്യാനായിട്ട് എന്നുള്ളത് അമൃതയിലെ ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ വീണയാണ്. നമസ്കാരം മാഡം. മാഡം, ഈ അനീമിയയിൽ നമ്മൾ ഏത് അളവിൽ കൂടുതലായിട്ട് നമ്മുടെ ബ്ലഡ് താഴ്ന്നു പോവുകയാണെങ്കിലാണ് നമ്മൾ ബ്ലഡ് കയറ്റേണ്ടതായിട്ട് വരുന്നത്? സാധാരണ ഒരു 7 ഗ്രാം % ഹീമോഗ്ലോബിൻ കുറയുമ്പോഴാണ് രോഗിക്ക് അതിൻ്റേതായ സിംറ്റംസ് വരികയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ ഒരാൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വരികയാണെങ്കിൽ എന്തൊക്കെ പ്രക്രിയകളാണെന്ന് നമുക്കൊന്ന് വേഗം ഒന്ന് പറഞ്ഞു പോകാൻ കഴിയുന്നത്? ആദ്യമായി നമ്മൾ വരുന്ന ഡോണറിൻ്റെ മെഡിക്കൽ ഫിറ്റ്നസ് നോക്കുന്നു. അവർ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ ഫിറ്റ് ആണെങ്കിൽ അവർ ഈ പ്രോസസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അവരുടെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. 50-നും 60-നും ഇടയിൽ വെയിറ്റ് ഉള്ളപ്പോൾ യൂഷ്വലി ഒരു 350 ml ബ്ലഡ് കളക്ട് ചെയ്യും. അതിന് മുകളിലേക്കാണെങ്കിൽ 450 ml ബ്ലഡ് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്യുന്ന ബ്ലഡ് ബാഗിൻ്റെ കൂടെ കുറച്ച് സാറ്റലൈറ്റ് ബാഗ്സ് ഉണ്ട്. അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കളക്ട് ചെയ്യുന്ന ബ്ലഡ് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് പല പല കോമ്പണൻസ് ആയിട്ട് മാറ്റാൻ കഴിയും. അല്ല, പാക്ഡ് ആയിട്ടുള്ള RBC ആണ് അനീമിയയ്ക്ക് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് പ്ലേറ്റ്ലെറ്റ്സും പ്ലാസ്മയും എല്ലാം ഒരു ഡോണറിൻ്റെ ബ്ലഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൾറെഡി തന്നെ ഒരു കളക്ട് ചെയ്ത ഒരു ബ്ലഡ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇതാണ് കളക്ട് ചെയ്ത ബ്ലഡ്. അതെ, ഈ ബാഗിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സാറ്റലൈറ്റ് ബാഗ്സ് ആണിത്. ഓക്കെ, ഇതിൽ ഓരോന്നിലേക്കും നമുക്ക് ഇതാദ്യം സ്പിൻ ചെയ്തിട്ട് ഇതിൻ്റെ ഓരോ ഘടകത്തിൻ്റെയും വെയിറ്റ് അനുസരിച്ച് നമുക്ക് ഒരു ലെയറിംഗ് ഉണ്ടാക്കാനും അതിനുശേഷം പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, പിന്നെ RBC ഇത് ഓരോരോ ബാഗിലേക്ക് മാറ്റാനും സാധിക്കും. നമുക്ക് ഇതിന്റെ സെപ്പറേഷനെ കുറിച്ച് കൂടുതൽ നമുക്ക് ലാബിൽ തന്നെ കണ്ടറിയാം അല്ലേ? ഓക്കെ. ഒരാളിൽ നിന്ന് കളക്ട് ചെയ്ത മൊത്തം ബ്ലഡ് എങ്ങനെയാണ് പല ഘടകങ്ങളായിട്ട് നമുക്ക് വേർതിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗേഷൻ ആണ്. അതിന് നമ്മൾ ഈ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞ ഈ ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ബാഗ്സ് പ്ലേസ് ചെയ്തിട്ട് പല പ്രോഗ്രാംസ് ഉണ്ട്. ഇതിലേത് കോമ്പണൻ്റാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ പ്രോഗ്രാം സെലക്ട് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ RBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ ഇതെല്ലാം അതിൻ്റെതായ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ വെയ്റ്റിനനുസരിച്ച് ലെയറായിട്ട് സെപ്പറേറ്റ്, ഏറ്റവും താഴെയും പിന്നെ കുറഞ്ഞ വെയിറ്റുള്ള പ്ലാസ്മ ഏറ്റവും മേളിലുമായിട്ടും വരുന്നു. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കോമ്പണൻ്റ് എക്സ്ട്രാക്ടർ എന്നുള്ള പേരുള്ള ഈ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ പ്രോഡക്റ്റ്സ് ആണ് ഈ കാണുന്നത്. ഇത് RBC ആണ്, പാക്ഡ് RBC ആണ്. ഇത് പ്ലാസ്മ മാത്രമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇത് പ്ലേറ്റ്ലെറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു 3 ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് വരികയാണ്. ഇതിൽ പ്ലേറ്റ്ലെറ്റ്സ് ഇപ്പോൾ ഒരു ഡോണറിൽ നിന്ന് എടുക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ് നമുക്ക് ഏകദേശം ഒരു 50 ml ആണ് കിട്ടുക. ഇതുപോലെ ഒരു 5-6 ഡോണേഴ്സിൽ നിന്ന് എടുക്കുന്ന പ്ലേറ്റ്ലെറ്റ്സ് ആണ് ഒരു രോഗിക്ക് ഒരു സമയത്ത് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. പലരിൽ നിന്നെടുത്ത് പ്ലേറ്റ്ലെറ്റ്സ് ഒരുമിച്ച് കൊടുക്കേണ്ടി വരും ഒരു രോഗിക്ക് കൗണ്ട് ആവശ്യത്തിന് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ. നമുക്ക് അനീമിയയുടെ ഒരു കറക്ഷന് വേണ്ടി വേണ്ട ഘടകം ഇതാണ്. അതെ, RBC ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ബാഗ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര? നമുക്ക് ഏകദേശം 1 തൊട്ട് 1.5 ഗ്രാം ഹീമോഗ്ലോബിൻ വരെയാണ് ഒരു RBC ട്രാൻസ്ഫ്യൂഷൻ വെച്ച് കൂടുന്നത്. അപ്പോൾ അനീമിയയുടെ ചികിത്സയിൽ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കുറഞ്ഞ നമ്മുടെ ഹീമോഗ്ലോബിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് ഈ PRBC എന്ന് പറയുന്നതാണ്. അനീമിയയെക്കുറിച്ച് അതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഒക്കെ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി ഒരു ധാരണ കിട്ടിയെന്ന് കരുതുന്നു. ഇനി മറ്റൊരു അസുഖത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നമസ്കാരം.